Jasper Vlogs. അപ്പോൾ ഇന്ന് ലുലു മാളിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം ആയിട്ട് നമ്മുടെ ലുലു മാളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാവേ. എല്ലാ വീഡിയോസിലും എല്ലാവരും ഓണത്തിന് ലുലു മാളിൻ്റെ അകമൊക്കെ ഭയങ്കര ഇതായിട്ട് കാണിക്കാറുണ്ട്. സോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പതിവ് ഞാനും അമ്മായും മോനും കൂടി തന്നെയാണ് കേട്ടോ വന്നത്. എനിക്കിന്ന് ഓണമായതുകൊണ്ട് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം കൊള്ളാം, ഓണം ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ജോസ് ആലുക്കാസിൽ വരണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി. അപ്പോൾ ഇവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല ഉഗ്രൻ കളക്ഷൻസ് ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റി കേട്ടോ. നല്ല ഭംഗിയുള്ള ആൻറ്റിക് കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ കാണാൻ പറ്റി. എനിക്ക് ഈ മുല്ലമൊട്ട് മാല, പാലക്ക മാല, ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ല മുല്ലമൊട്ട് മാലയുടെ നല്ല ഉഗ്രൻ ഒരെണ്ണം കാണാനായിട്ട് പറ്റിയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാലക്ക മാല, നാഗപട മാല, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് ട്രഡീഷണൽ ഐറ്റത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ഉള്ളത് കാണുമ്പോഴത്തേക്ക് നേരെ അവിടെ ചെന്ന് നോക്കാറുണ്ട്. ഇത് നല്ല കിടിലനൊരു പാലക്ക മാലയുടെ സെറ്റൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. അപ്പം ലൈറ്റ് വെയ്റ്റിൻ്റെ ബ്രേസ്ലെറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. റൂബി എമറാൾഡ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ട്രെൻഡി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അത്. ഇതും നമ്മുടെ ബ്രേസ്ലെറ്റ്സിൻ്റെ ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. പിന്നെ ഞാൻ ലോക്കറ്റൊക്കെ ഒന്ന് നോക്കി. ഇത് നഗാസിൻ്റെ വെറൈറ്റി സംഭവമാണ് കേട്ടോ. പിന്നെ ഇവിടെ പാലക്കയുടേത് തന്നെ നല്ല കമ്മലൊക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ല ഒരു ലോക്കറ്റായിരുന്നു. എനിക്ക് ഈ ലോക്കറ്റിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. നല്ല നല്ല ലോക്കറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈ ലോക്കറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജോസ് ആലുക്കാസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിനുശേഷം ഇവിടെ എന്താണ് ഓണത്തിൻ്റേതായ ഇതെന്ന് നോക്കിയ ടൈമിൽ ഇവിടെ ജയസൂര്യ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു വൈബ് തന്നെ ആ ഒരു ഇടത്തുണ്ടായിരുന്നു. നമ്മുടെ മഹാബലി തമ്പുരാനെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസും എടുത്തു. ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും എടുത്തു കേട്ടോ. ഓക്കെ, കൊള്ളായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു മൊത്തത്തോടുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ ഫ്ലോറൊക്കെ തന്നെ. അപ്പം ഇതാണ് അവിടെ ഓണത്തിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ ഒരു ബ്രൈഡൽ സെക്ഷൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കമ്മൽ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കമ്മൽ നോക്കിയിട്ട് ഇവിടെ കയറിയതാണ്. ഇത് 1000 സംതിങ് വരുന്ന കമ്മലാണ് കേട്ടോ. പിന്നെ ഞാൻ ജിമിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ജിമിക്ക എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു ഈ ജിമിക്ക കാണാനായിട്ട്. ഈ ജിമിക്കകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ജിമിക്കയുടെ വേറൊരു മോഡലാണ് ഇത്. ഇത് കൊള്ളായിരുന്നു. ആ ഒരു ഒരു ലൈറ്റ് കളർ പച്ചയുടെ കൊള്ളായിരുന്നു കേട്ടോ. അതിന് പറ്റിയൊരു ബാങ്കിളാണ് ഇത്. ആ ഒരു ജിമിക്ക വാങ്ങുന്നവർക്ക് സെറ്റായിട്ട് വാങ്ങാൻ പറ്റിയ ബാംഗിൾസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ബാംഗിൾസ് കാണാനായിട്ട്. കണ്ടല്ലേ, ഇതും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് നമ്മൾ കയ്യിലിട്ടും കൊണ്ട് പോയാൽ എന്തായാലും 4 പേര് നോക്കും. പിന്നെ നല്ല ലോങ് ചെയിൻസ് ഉണ്ടായിരുന്നു, നല്ല ഉഗ്രൻ ബാംഗിൾസ് ഉണ്ടായിരുന്നു. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കളക്ഷൻസൊക്കെ, കൊള്ളാവേ. അപ്പോൾ ബ്രൈഡ്സൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് നിന്ന് ഓരോന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുന്നത് കണ്ടു ഞാൻ. കാരണം നല്ല കിടിലൻ കളക്ഷൻസ് ആണ്. ഇവിടെ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ ഒരു ഷോപ്പിൽ. സംഭവം കാരണം നല്ല കിടിലൻ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് സെറ്റിൻ്റെ പാവാട ഉടുപ്പ്, ഓക്കെ, അതിൻ്റെ ആ ഒരു ഇതായിരുന്നു. 455 ആയിരുന്നു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് ബ്ലൗസ് ഉള്ള രീതിയിലുള്ള മെറ്റീരിയൽസും ഒക്കെ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇത് വിത്ത് ബ്ലൗസാണ്, അതിൻ്റെ ബ്ലൗസ് പീസാണ് ഇത്. കൊള്ളായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് റേറ്റ് 455 റുപ്പീസിനായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് സെമി
തുഷാർ സാരി മോഡൽസ് ആണ്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ മാത്രമല്ല, ഇതിൻ്റെ ഒരു റെഡ് കളറും ഉണ്ടായിരുന്നു കേട്ടോ, അതും കാണാൻ നല്ല രസമായിരുന്നു. സെമി തുഷാർ സാരീസ്, ഓക്കെ അതാണിത്. എൻ്റെ റെഡ് കളർ കണ്ടില്ല, അത് കൊള്ളായിരുന്നു, എനിക്ക് അത് കുറേ കൂടി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ 1000 റേറ്റ് ആണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ആ ഒരു ഷോപ്പിൽ നിന്നും ഇറങ്ങി. അപ്പോഴത്തേക്ക് നല്ല ചായ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് കോഫി ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കോർട്ടിൽ വന്നു. അപ്പോൾ അവിടെ ആ ഫലൂഡ നേഷനിൽ എൻ്റെ മോൻ ഫലൂഡയും പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പോയി കോഫിക്ക് പറഞ്ഞു കേട്ടോ. കോഫിക്കും എനിക്ക് നെയ്യപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും ഓർഡർ കൊടുത്തു. എന്നിട്ട് ഞാൻ നേരെ വന്ന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ മോനും ഉമ്മയും കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് ലോങ് സ്കേർട്ട് ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് കോഫി എടുത്തുകൊണ്ട് വരാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയും മോനും കൂടിയാണ് കേട്ടോ വാങ്ങിക്കാൻ നിന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ ഫലൂഡ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ കോഫി എടുക്കാനായിട്ട് പോയി. കണ്ടില്ലേ, അപ്പോൾ ഞാനും ഉമ്മയും കോഫിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഇത്തവണ കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നടത്തി. വേറെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ലുലു മോളിൻ്റെ എല്ലാ സെക്ഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ചുമ്മാ അത് തന്നെ എടുത്തുകൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ ബോറല്ലേ. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് ഇവിടെ നിന്നൊരു ബർത്ത്ഡേ പ്രസൻ്റ് ഒക്കെ വാങ്ങിയിട്ടോ. സെപ്റ്റംബർ 24 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി. ജോസ് ആലുക്കാസിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അവൾക്ക് ഗിഫ്റ്റ്. സോ അതിൻ്റെ കവറാണ് ഉമ്മയുടെ കയ്യിലിരിക്കുന്നത്. അപ്പം അവൾക്ക് സർപ്രൈസായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ജോസ് ആലുക്കാസിൽ കയറിയപ്പോൾ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങ് വാങ്ങി. അങ്ങനെ ഞങ്ങളിതൊക്കെ വാങ്ങി വളരെ സന്തോഷപൂർവ്വം ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മോളെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവൾക്കുള്ളത് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി. 24-നാണ് ബർത്ത്ഡേ. പക്ഷേ വന്ന് കയറി കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ മോള് വരുമ്പം എന്തായാലും ഞാനത് അവർക്ക് ഇടാൻ കൊടുക്കും. കാരണം ബർത്ത്ഡേ വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് മോൾ എൻ്റെ അടുത്ത് കാണണമെന്നില്ല, പഠിക്കുന്നിടത്തായിരിക്കാം. ചിലപ്പോൾ നേട്ടിൽ വരാം, അറിയാൻ പറ്റില്ല കേട്ടോ. അത് ലീവ് കിട്ടുന്ന അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവളിപ്പം ഓണമല്ലേ, അപ്പം വീട്ടിൽ വരുമ്പം ഞാൻ അവൾക്ക് അത് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാവേ എന്താണ് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്നുള്ളത്. കാരണം 24 വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് മോള് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഇട്ട് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നേരത്തെ തന്നെ ഗിഫ്റ്റ് വാങ്ങിയത്. കാരണം മോള് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്കിട്ട് കാണുകയും ചെയ്യാം. അവൾക്കുള്ള ഗിഫ്റ്റുമായി കുറച്ച് നേരത്തെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം ഞങ്ങളുള്ളത് ആറ്റിങ്ങലാണേ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ടൈമൊക്കെ ആയി. ഇരുട്ട് വീണ് തുടങ്ങുന്ന ആ ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ച് എൻജോയ് ചെയ്ത് നമ്മളുടെ ഡ്രൈവിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും രസമാണ് ഇങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ സൈഡിലുള്ള കടകളുടെ ആ ഒരു ഒരുക്കങ്ങളും ഇതുമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുക. അടിപൊളിയാണ്. സംസാരിച്ച് ചിരിച്ച് ഒക്കെ രസമല്ലേ അതൊക്കെ. ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ വരാൻ പറ്റിയ ഒരിടം ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ അതാണ് നേരെ ലുലു മോളിലോട്ട് വന്നത്. അപ്പോൾ അവിടെ ജോസ് ആലുക്കാസിലും വരണമായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ വന്നതാണ്. ഓക്കെ. അപ്പം പിന്നെ ഇത് നമ്മുടെ കടുവാപ്പള്ളിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കടുവാപ്പള്ളിയിൽ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുകയാണ്. നബിദിന അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ഒരു ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ്. സോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങളും ആസ്വദിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. സോ അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സോ ബൈ ബൈ.